എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നോക്കൂ. ഒരു സ്കൂള് അടിച്ച് തകർക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്റംഗ് ദളിൻ്റെയും ഒരു കൂട്ടം പ്രവർത്തകർ ഒരു സ്കൂള് അടിച്ച് തകർക്കുന്നതാണ്. ഈ സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന സ്ഥലത്താണ്. ഇത് കത്തോലിക്ക സഭയുടെ ഒരു സ്കൂളാണ്. സെൻറ്റ് അലോഷ്യസ് എന്ന ഒരു സ്കൂളാണ്, സീനിയർ സെക്കൻഡറി സ്കൂൾ. ഇത് മധ്യപ്രദേശിലെ തന്നെ ടോപ്പ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരു സ്കൂളാണ്. കത്തോലിക്ക സഭയുടെ അണ്ടറിലാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് ഈ സ്കൂളിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ 1868 മുതലുള്ള ഒരു പുരാതനമായ അല്ലെങ്കിൽ ഒരു പഴയ സ്കൂളായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഗൂഗിളിൽ നിന്ന് അങ്ങനെയാണ് അതിൻ്റെ ഒരു വിവരണം ലഭിക്കുന്നത്. ഈ സ്കൂള് വളരെ പഴയ സ്കൂളാണ്. ഈ സ്കൂള് നിരവധി കുട്ടികൾക്ക്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. വളരെ ഡിസിപ്ലിൻഡായിട്ട് നടക്കുന്ന ഒരു സ്കൂള്. എന്നാൽ എന്താണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്റംഗ് ദളിൻ്റെയും പ്രവർത്തകർ ഈ സ്കൂളിനെ ആക്രമിക്കാനുള്ള കാരണം? അതിൻ്റെ കാരണം അവർ പറയുന്നത് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മതപരിവർത്തനം നടത്തുന്നു എന്നവർ പറയാനുള്ള കാരണം, കത്തോലിക്ക സഭയുടെ ഓരോ സ്കൂളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ തന്നെ ഒരു ചാപ്പൽ ഉണ്ടാവും. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ പ്രാർത്ഥനയുണ്ടാവും. ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന ചില ടീച്ചേഴ്സ് ഈ ആരാധനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ക്രൈസ്തവ സഭയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പൊതുവെ ക്രൈസ്തവർ അവരെ നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ല എന്ന് പറയാറായിട്ടില്ല. ഈ സ്കൂളിലുള്ള ചില സ്റ്റാഫുകൾ ഞായറാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. ഇതാണ് ഇവരെ പ്രകോപിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നത് ഈ സ്കൂൾ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും മുമ്പോട്ട് വെക്കുന്ന ഒരു ആരോപണമെന്ന് പറഞ്ഞു. എന്നാൽ വളരെ ദീർഘവർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായി പറയാനായിട്ട് സാധിക്കും, ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ക്രിസ്ത്യൻ സ്കൂളുകളും മതപരിവർത്തനം നടത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അകത്തോ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടോ യാതൊരു വിധമായ മതപരിവർത്തനത്തിൻ്റെ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. അപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വളരെ പഴയ ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂൾ ഇവിടെയുണ്ട്. ഈ ജില്ലയിൽ ഇപ്പോൾ കാണുന്ന ഈ പ്രൈവറ്റ് സ്കൂളുകളെല്ലാം തന്നെ അതിൽ നല്ലൊരു ശതമാനം കുട്ടികളും ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി പാസ് ഔട്ട് ആയി പോയ ആളുകളാണ്. ഇപ്പോൾ ഈ ജബൽപൂരിലുള്ള ഈ സ്കൂള് ശരിക്കും ഇത് ടോപ്പ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരു സ്കൂളാണ് എന്ന് മാത്രമല്ല, ഇത് ഏറ്റവും പഴയ സ്കൂളാണ് ആ പ്രദേശത്ത്. 10,000 കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്റംഗ് ദളും അവർ വിളിക്കുന്ന മുദ്രാവാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മുദ്രാവാക്യത്തിൽ അവർ പറയുന്നത് ഇവരെ ചെരിപ്പൂരി അടിക്കണം. അപ്പം എങ്ങനെ ഹിന്ദിയില ജൂത്ത നിക്കാൽക്കർ മാർനായ എന്ന് പറഞ്ഞു, പിന്നെ ഒരു തെറിയും കൂടെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ശ്ലോകം അതാണ്. എന്താണ്? ചെരിപ്പൂരി ഇവരെ അടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശും ഉത്തർപ്രദേശും ബീഹാർ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കാലത്ത് വളരെയധികം ഭീകരന്മാർ ജീവിച്ച സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നിയമമില്ല.
തട്ടിക്കൊണ്ടുപോകുക, ബലാത്സംഗം, പിടിച്ചുപറി, മോഷണം, ഗുണ്ടായിസം, ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ ഒരു ക്രൈസ്തവ സമൂഹം വന്ന് അവിടെ സ്കൂൾ ആരംഭിച്ച് അവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ ഉന്നതമായ നിലവുകളിലേക്ക് കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മാന്യത എന്താണെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി അവരെ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്ന ഒരു കടമയാണ് ഓരോ സ്കൂളും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്കൂളാണ്. നല്ല ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ നല്ല അന്തരീക്ഷവും. അങ്ങനെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാവുന്ന ഒരു സ്കൂളാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ നടത്തുന്നതായിട്ടുള്ള സ്കൂളുകൾ. എന്നാൽ മറ്റ് പല സ്കൂളുകൾക്കും അതിൻ്റേതായിട്ടുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണേലും വന്ന് പഠിക്കാം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്ന് ഈ സംസ്ഥാനത്തെ അവസ്ഥകളൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഇവിടെ ഏറ്റവും നന്നായി നടന്നു പോകുന്നത് ക്രിസ്ത്യൻ സ്കൂളുകളാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സ്കൂളുകളാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു അധികാരി, ഒരു പോലീസ് അധികാരി ഇവിടെ വാരണാസിയിലുള്ളൊരു കത്തോലിക്ക സ്കൂളിൽ ഒരു അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോയി. എന്നാൽ അവിടെ സീറ്റ് തീർന്നു പോയത് കാരണം, കുട്ടികൾ ബില്ലായത് കാരണം അവിടെ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു എങ്ങനെയെങ്കിലും ഈ കത്തോലിക്ക സഭയുടെ ഈ സ്കൂളിൽ ഒരു അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമോ. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം അത് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വേറെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു വിഭാഗമാണ്. ഞങ്ങൾ വേറൊരു വിഭാഗത്തിൽ നിൽക്കുന്നയാളാണ്. കാത്തലിക്സും എന്നും പ്രൊട്ടക്സ്റ്റൻ്റ് എന്നും രണ്ട് രീതിയിൽ ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവരോട് റെക്കമെൻഡ് ചെയ്താൽ അത് അവർ കേൾക്കണമെന്ന് നിർബന്ധമില്ല. തന്നെയുമല്ല, അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും, സീറ്റ് ഇല്ലാതെ ആര് റെക്കമെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ സ്കൂളിൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ, എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കത്തോലിക്ക സഭയുടെ സ്കൂളുകളിൽ ഒരു അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം, അവർ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി, ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ അവൻ സമയത്ത് വന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അവൻ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതോളം കുട്ടികളോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം മദ്യപിച്ചു കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ പിരിച്ചുവിടും. പിരിച്ചുവിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ ചെന്ന് അവരുടെ സമൂഹത്തിലുള്ളവരോട് പറയും, ഇവനെ പിരിച്ചുവിട്ടതിൻ്റെ കുറ്റമല്ല പറയുന്നത്, മറിച്ച് അവൻ എന്നെ വേറെ നുണ പറഞ്ഞ് പരത്തുകയാണ്, എന്നെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, അല്ലെങ്കിൽ എന്നെ ജാതിപരമായ അധിക്ഷേപം നടത്തി. അപ്പോൾ എൻ്റെ ഈ സ്കൂളിൽ നിന്ന് ഒരു ടീച്ചറിനെ കഴിഞ്ഞ ദിവസം ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ടീച്ചറിൻ്റെ വീട്ടിലുള്ള അയലോക്കംകാരുമായിട്ട് വഴക്കുണ്ടാക്കി, തമ്മിത്തലുണ്ടാക്കി, അവസാനം അവരെ പോലീസ് പിടിച്ച് ഈ സിറ്റി കൂടെ പരസ്യമായിട്ട് പോലീസ് ഇവരുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം കണ്ട് പല രക്ഷകർത്താക്കൾ വന്നു പറഞ്ഞു, ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനെയാണോ നിങ്ങളുടെ സ്കൂളിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് പറയേണ്ടി വന്നു, നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതിനവർ വലിയ പ്രശ്നം ഉണ്ടാക്കി. അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ മെജോറിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് സ്കൂളുകൾ മുഴുവൻ നടക്കുന്നത്. ഇവർ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ മതി, അതിനവരൊരു ആരോപണം അങ്ങ് പറയും, ഇവിടെ മതപരിവർത്തനം നടത്തി. ഇപ്പോൾ നമ്മുടെ സ്കൂൾ നന്നായിട്ട് നടന്നു പോവുകയാണ്, നല്ല വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റുള്ള സ്കൂളുകാർ, ഇപ്പം നേരത്തെ ഇവിടെ സ്കൂളുകൾ അധികം ഇല്ലായിരുന്നു, ഇപ്പം ഒരുപാട് സ്കൂളുകളായി. ഈ സ്കൂളുകാരെല്ലാം കൂടെ ചേർന്ന് നിലവിൽ നല്ലപോലെ മുമ്പോട്ട് പോകുന്ന സ്കൂളിനെ തകർക്കാൻ വേണ്ടി ഇവർ എന്തെങ്കിലും ഒരു ആരോപണം കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് കാശങ്ങ് മുടക്കും. നിങ്ങൾ അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫീസിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി നിങ്ങൾ വിടും. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെയും രക്ഷകർത്താക്കൾ ഈ സ്കൂളിൽ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല.
അതെനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ പല സ്കൂളുകളിലും പ്രശ്നമുണ്ടായെടുത്ത് അവിടെ ആരും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളില്ല. ഇത് ഔട്ട്സൈഡിൽ നിൽക്കുന്ന ആളുകളാണ്. എന്താ കാരണം? ഇവരുടെ സ്കൂൾ ഇത്രമാത്രം ശക്തമായി വളരുന്നു, അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നു, അവർ നോക്കും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു, കെട്ടിടങ്ങൾ പണിയുന്നു, അവർ നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്നു. ഇത്രയും വലിയ ബിൽഡിങ് ഞങ്ങൾ വർഷങ്ങളായി പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്കൊരു നല്ല സ്കൂള് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഓരോ ചിന്തകൾ. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ കയറി ഈ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ആയിക്കൊള്ളട്ടെ, ബജറംഗ് ദൾ ആയിക്കൊള്ളട്ടെ, മറ്റ് ഏത് സംഘടനകളും പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായി യാതൊരുവിധമായ കാരണങ്ങളുമില്ല. ഈ കാരണങ്ങളെല്ലാം സ്വാഭാവികമായി അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് ചെരിപ്പൂരി ഇവരെ അടിക്കണം. അപ്പം ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ചിലപ്പോൾ കേരളത്തിൽ നിന്നുള്ള മാനേജ്മെൻ്റ് ആയിരിക്കും. ഇവിടെ ഇതുപോലെ ഒരു സ്ഥലത്ത് വന്ന് സ്കൂൾ തുടങ്ങി ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. നമുക്ക് യാതൊരു വിധമായ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് താമസിച്ച് അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ ഇതൊരു സേവന മനോഭാവത്തോടെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിൽ തന്നെ ഇന്ന് ക്രിസ്ത്യൻ സ്കൂളുകളുള്ളത്. ആ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലങ്ങളിലോ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ഉന്നതമായ പോസ്റ്റിൽ അവർ ജോലി ചെയ്യുകയാണ്. ഇത് അവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അപ്പോൾ പ്രശ്നമുണ്ടാക്കാൻ എപ്പോഴും എളുപ്പമാണ്. അതുമാത്രവുമല്ല, ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജറംഗ് ദളിൻ്റെയും അതുപോലെ മറ്റ് ഹിന്ദു സംഘടനകളുടെയും ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഒരുപക്ഷെ ഈ ഭരണത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ആണ് ഭരിക്കുന്നത്. ആ BJP ഭരിക്കുമ്പോൾ അതിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള RSSൻ്റെ പോഷക സംഘടനയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ ഇതുപോലെയുള്ള സംഘടനകൾ ഞങ്ങളുടെ നേതൃത്വമാണ് ഇവിടെ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു സമീപനം ഈ അടുത്ത നാളുകളിൽ ഇവരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സ്കൂളുകളല്ല, നിരവധി സ്കൂളുകളാണ് ആക്രമിക്കപ്പെടുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അതിനെ ഒരു വലിയ പ്രശ്നമായി ഊതി വീർപ്പിച്ച് അതിനെ ഒരു വലിയ പ്രശ്നമാക്കി ആ ജനത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്കൂൾ ഉപരോധിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗേറ്റുകൾ തല്ലി തകർക്കുക. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ അകത്ത് കയറി അതിൻ്റെ ജനൽ ചില്ലുകളൊക്കെ തല്ലിപ്പൊട്ടിക്കുക, കമ്പ്യൂട്ടർ ലാബ് തല്ലിപ്പൊട്ടിക്കുക, പ്രിൻസിപ്പാൾ ഓഫീസ് ഉപരോധിക്കുക, പ്രിൻസിപ്പാളിനെ കയ്യേറ്റം ചെയ്യുക. എന്നാൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ 100 കണക്കിന് പോലീസ് ഉണ്ടെങ്കിലും ഈ പോലീസ് ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. എത്ര പോലീസുകാരുണ്ടെങ്കിലും ആ പോലീസുകാർ ഇത്രയും ആക്രമണികൾ അവിടെ കയറി വന്ന് ആക്രമിച്ചിട്ട് അതിനെ തടുത്തു നിർത്താൻ പോലും ആരുമില്ല. വാസ്തവത്തിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ ഒക്കെ ഇന്ന് വലിയ ഒരു ഭീഷണിയിലാണ്, അപകടത്തിൽ തന്നെയാണ്. കാരണം ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം ഫോൺ ചെയ്യുന്ന പോലീസിനെയാണ്. പക്ഷേ പോലീസ് വന്നിട്ട് നിഷ്ക്രിയരായി നിൽക്കുകയാണ്. പോലീസിൻ്റെ ഈ തോക്കുണ്ട്, ലാത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പോലീസിന് കഴിയുന്നില്ല. എന്താ കാരണം? ഭരണം അവരുടെ കയ്യിലായതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാർഷ്ട്യം ഈ പലർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരണം. അതിനെന്താണ് ചെയ്യേണ്ടത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ ഉള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. ടീച്ചർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിനെ നിയമപരമായി ശിക്ഷിക്കണം. അതിന് 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കോമ്പൗണ്ടിലേക്ക് ഇടിച്ചു കയറുക, അവരുടെ മുമ്പിൽ ഈ കുഞ്ഞു കുട്ടികളാണ്, 3.5 വയസ്സ് മുതലുള്ള കുട്ടികളാണ് നഴ്സറി പഠിക്കുന്നത്. 3.5 വയസ്സ് മുതൽ പഠിക്കുന്ന കുട്ടികൾ, ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്
ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ അസഭ്യം പറയുക, പ്രിൻസിപ്പാളിനെ കയറി തല്ലുക, അവരുടെ ഓഫീസ് തല്ലി തകർക്കുക, ഓഫീസ് ഉപരോധിക്കുക, എന്നിട്ട് പുളിച്ച തെറി പറയുക. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഇതെല്ലാം കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കയറി ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. എന്തായാലും ഇത് അത്യന്തം ഖേദകരവും പൈശാചികവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞത്. പൊതുവെ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായ വിദ്യാഭ്യാസമുള്ളവരോ ഒരു ജോലിയുള്ളവരോ ഒന്നുമല്ല. ഇങ്ങനെ റോട്ടിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന കുറേ ആളുകൾ എല്ലാം കൂടെ കൂട്ടം കൂടി ചേർന്ന് പിന്നെ വടിയും പത്തലും ലാത്തിയും എല്ലാമായിട്ട് വന്ന് ചുമ്മാ അങ്ങ് പ്രശ്നമുണ്ടാക്കിയാണ്. എന്തായാലും ഇതൊക്കെ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതം. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തിൽ ഇങ്ങനെയുള്ള ചില ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനകരമാണ്. അത് ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായിട്ട് ഇത് ലോകം മുഴുവൻ കാണുകയാണ്. ആളുകൾ ചോദിക്കുന്നു, വിവരമില്ലാത്ത ഈ ആളുകളാണോ പലരും ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കയറി കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകരെ തെറി പറയുക? എന്ത് മാന്യതയാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ, ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച്, ഒരു അധ്യാപികയെ സംബന്ധിച്ച് അവർക്ക് സമൂഹത്തിലൊരു മാന്യതയുണ്ട്. ആ മാന്യതയെ കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ വന്ന് പുളിച്ച തെറി പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് വളരെ മോശമാണ് എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഈ തരത്തിലുള്ള എന്ത് കണ്ടാലും അത് മതപരിവർത്തനമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണ പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥാപനങ്ങളിൽ കയറി ആക്രമണം നടത്തുന്നത് അത്യന്തം ഖേദകരമാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ആഗ്രഹം. അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവർ നടത്തുന്ന, ക്രിസ്ത്യാനികൾ നടത്തുന്ന, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകൾക്ക് വളരെ ഭീഷണിയാണ് നേരിടുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ ഇതൊരു വലിയ പ്രശ്നമാക്കി തീർത്ത് ആ സ്കൂള് തന്നെ പൂട്ടിക്കുക, സ്കൂള് തന്നെ തല്ലി തകർക്കുക എന്നുള്ളൊരു സമീപനം ഈ നാളുകളിൽ ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരുകളും അതുപോലെ ക്രൈസ്തവ സംഘടനകളും ഇത് വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ അധികാരികളെ, ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ പ്രധാനമന്ത്രിയോ ഒക്കെ അറിയിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങളെ ഒരു രീതിയിലും അനുവദിക്കരുത്, അത് അനുവദിക്കാൻ പാടില്ല. പോലീസ് നിഷ്ക്രിയരായി പ്രവർത്തിക്കുന്നു, പോലീസ് തങ്ങളുടെ ഉത്തരവാദിത്തത്തെ നിർവഹിക്കുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള ഈ സ്കൂളുകളെല്ലാം അത് ഈ ആളുകൾ തന്നെ ഇത് തല്ലി തകർത്ത് നശിപ്പിച്ച് ഒരു 10 വർഷത്തിനുള്ളിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത് താഴിട്ട് പൂട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം വരും, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.